ഞാനിവരെ ഇത്രയും വ്യക്തമായിട്ട് അറിയാവുന്നതിൻ്റെ കാരണം ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ അദ്ദേഹം ഈ KSFE ബാങ്കിൻ്റെ ഒരു ഏജൻ്റായിരുന്നു. എല്ലാ നിലയിലും തകർക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ ഡെയിലി അദ്ദേഹം മരുന്ന് കഴിക്കുന്ന അനുഭവത്തിലാണ് ഇവിടെ വരുന്നത്. എന്നാൽ ആദ്യത്തെ 2 ആഴ്ച ദൈവാത്മാവ് എന്നോടൊന്നും സംസാരിച്ചില്ല. എന്നാൽ 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചു. ഇവർ ഡെയിലി കൊടുക്കുന്ന മരുന്ന് നിർത്താൻ പറയണമെന്ന്. ഹല്ലേലൂയ. ഒന്ന് സസേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മരുന്ന് കഴിക്കണില്ല ഇപ്പം അങ്ങോട്ട്. എല്ലാ ദിവസവും മരുന്ന് കൊടുക്കുമായിരുന്നോ? ഈ മരുന്ന് കൊടുക്കാതായിട്ട് കഴിഞ്ഞ 1 മാസത്തിന് മേളിലായില്ലേ? പറയണേ സസേ. തൊട്ട് മരുന്ന് കൊടുക്കണില്ല. എത്ര നാളായി കാണും? ഏകദേശം 1 മാസമായി. 1 മാസമായിട്ട് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരുന്ന മരുന്നുകൾ കൊടുക്കുന്നില്ല. ആ മരുന്നിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തനിക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. മരുന്ന് കഴിക്കാതിരുന്നിട്ട് ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഇതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യന് മരുന്ന് നിർത്തിയിട്ടും യാതൊരു പ്രശ്നവുമില്ല. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞു. അത് നമ്മുടെ കഴിവല്ല, അത് ദൈവത്തിൻ്റെ കരമാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരം ഇന്നും ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്.